You are the blessed person. I thank you, Lord. ദൈവം ഇത് തെളിയിക്കും. ദൈവം ഇത് തെളിയിക്കും. അബീമേലെക്ക് ജാതികീയ രാജാവ്, ഫെലിസ്ത്യ രാജാവ് ഇസ്ഹാക്കിനോട് പറയുന്നു, നീ ഞങ്ങളെക്കാൾ ബലവാനായതുകൊണ്ട് നീ ഞങ്ങളെ വിട്ടു പോകാ, ഇവിടുന്ന് ഞങ്ങളെ വിട്ടു പോകാ. അബീമേലെക്കേ, ഈ ബലം പുള്ളിയുടെ സ്വന്തം അല്ല കേട്ടോ. ഈ ബലം പുള്ളിക്കില്ലായിരുന്നു. പുള്ളി ഈജിപ്തിൽ പോകാനിരുന്ന ഈ ബലം ദൈവം കൊടുത്ത ബലമാ. അബീമേലെക്കേ ഇസ്ഹാക്കിനോട് പറയുകയാണ്, ഞങ്ങളെ വിട്ടുപോ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളികളാണല്ലോ കൂടുതൽ ഈ മെസ്സേജ് കേൾക്കുന്നേ. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആട്ടി പായിക്കുക, പറഞ്ഞു വിടുക, ഇറങ്ങി പോവാൻ പറയുക. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാർ താഴ്വരയിൽ കൂടാരമടിച്ച് അവിടെ പാർത്തു. ഞാൻ ഇപ്പൊ ഈ വായിച്ച ഭാഗവും ഇതേ അധ്യായത്തിൽ താഴോട്ടുള്ളൊരു ഭാഗവും കൂടെ ഒന്ന് കണക്ട് ചെയ്താൽ ഒത്തിരി കൺഫ്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് അങ്ങ് പോകാം. ഒരു ദൂതും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾ കണ്ടത് അബീമേലെക്ക് എന്ന ജാതികീയ രാജാവ് ഇസ്ഹാക്കിനെ ആട്ടി ഓടിക്കുന്നതാ, ആട്ടി പായിക്കുന്നതാ. സഹിക്കാൻ മേല അസൂയ കൊണ്ട് പറഞ്ഞയക്കുന്നതാ. എന്നാൽ വാക്യം 26 വരുമ്പോൾ, പ്രത്യേകിച്ച് അതിന്റെ 28, 29, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം അബീമേലെക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീക്കോലും ഗേരാറിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നു. ഇസ്ഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എന്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് വന്നേക്കുന്നേ? നിങ്ങളല്ലേ എന്നെ ഇവിടുന്ന് ആട്ടിപ്പായിച്ചത്? നിന്നെ ഇങ്ങോട്ട് കണ്ടേക്കരുതെന്നും പഠിക്കേ നീ കയറിയേക്കരുതെന്നും ഈ പരിസരത്ത് നീ വന്നേക്കരുതെന്നും പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? നീ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് അവനെ ആട്ടിപ്പായിച്ചു കളഞ്ഞതല്ലേ? അടുത്ത വാക്യം, അതിന് അവർ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ. നിന്നെ ആട്ടിപ്പായിച്ചവരുടെ മുൻപിൽ, നിന്നെ പറഞ്ഞു വിട്ടവരുടെ മുൻപിൽ, നിന്നെ ഒഴിവാക്കിയവരുടെ മുൻപിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ, നിന്നെ ചവിട്ടി താഴ്ത്തിയവരുടെ മുൻപിൽ നിന്നെ തിരികെ വന്ന് കണ്ടവർ പറയാൻ പോവാ, നീ സേവിച്ചവൻ വലിയവനായിരുന്നു, നിന്നെ വിളിച്ചവൻ വലിയവനായിരുന്നു, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിന്നോട് പറഞ്ഞു നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരനുഭവം നിനക്കുണ്ടാകും. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമീൻ പറഞ്ഞേ. എന്റെ ശത്രുക്കൾ കാണെ എനിക്ക് മേശ ഒരുക്കുന്ന ദൈവം, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, എന്നെ ആട്ടിപ്പായിച്ചവർ, എന്നെ പരിഹസിച്ചവർ, എന്റെ വീടിന്റെ പടിക്കേ നീ കയറിയേക്കരുത് എന്ന് നിന്നോട് പറഞ്ഞവർ, നിന്നെ തിരക്കി വരുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ ദൈവം ഓപ്പൺ ആക്കുമെന്ന് വിശ്വസിക്കുന്ന ഈ സഹാക്യ തലമുറ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നിട്ട് പറഞ്ഞു കേട്ടോ, നിന്നെ ഞങ്ങൾ തൊട്ടിട്ടില്ലാത്തതുപോലെയും നിനക്ക് നന്മ മാത്രം ചെയ്തതുപോലെയും നമുക്ക് സമാധാനത്തോടിരിക്കാം, നമുക്കൊരു സഖ്യത ഉണ്ടാക്കാം, നമുക്കൊരു ഉടമ്പടി ചെയ്യാം. കാരണം you are the blessed person. I thank you, Lord. ദൈവം ഇത് തെളിയിക്കും. ദൈവം ഇത് തെളിയിക്കും. ഞാൻ നിങ്ങൾ ചിലരോട് ഇത് ഒരു പ്രവചനായി പറയാ. റിജോയ് സാറേ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയുക, സഭയോട് പറയുക, ദൈവം ഇത് തെളിയിക്കും. ദൈവം ഇത് പ്രൂവ് ചെയ്യും. ചിലർക്ക് ഇത് തിരിച്ചറിയാൻ അസൂയ പൂണ്ട് നിന്നെ എതിർത്തവർക്കും, നിന്റെ കിണറുകളെ മൂടിയവർക്കും, നിനക്ക് വിരോധമായി നിന്നവർക്കും, നിനക്ക് വിരോധമായി പ്രവർത്തിച്ചവർക്കും, നിന്നെ ഒറ്റപ്പെടുത്തിയവർക്കും, നിന്നെ ഇറക്കി വിട്ടവർക്കും, നിന്നെ തേജോവധം ചെയ്തവർക്കും സ്വർഗത്തിലെ ദൈവം ഇതൊരിക്കൽ വെളിപ്പെടുത്തി കൊടുക്കും.
വെളിപ്പെടുത്തി കൊടുക്കും, Yes. വെളിപ്പെടുത്തി കൊടുക്കും. Amen. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു എന്ന്. Amen.